ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാതെ ചങ്ക് പൊട്ടിക്കരയുന്ന പ്രഭയോട് ഇന്നൊരു രാത്രി കൂടി പ്രഭ ക്ഷമിക്കണമെന്നും നന്ദന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഞങ്ങളുടെ ശ്രമം ഫിനിഷിംഗ് പോയിന്റിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും നാളത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമെന്നും നന്ദന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങളെന്നും അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി പ്രഭ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാകൂ. നന്ദന് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നാളത്തോടെ നമുക്ക് കിട്ടുമെന്നും ഹരി പറഞ്ഞ് പ്രഭയെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥനയോടെ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. പിന്നീട് അരുന്ധതിയാണെങ്കിൽ നന്ദൻ്റെ ഡയറിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിനെ കുറിച്ചെല്ലാം ഇസബെല്ലയോടും കെവിനോടും പറയുന്നു. നന്ദൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമോ എന്നാണോ മാഡം പറയുന്നതെന്ന് ഇസബെല്ല ചോദിക്കുമ്പോൾ ചെയ്തു എന്നല്ല, അത് ദേവിക നമ്മളെ അറിയിച്ചതാണെന്നും നമ്മളറിയാത്ത എന്തൊക്കെയോ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ CP അങ്കിളിനെ ദേവിക ഒരിക്കലും ഇങ്ങനെ വിളിക്കാറൊന്നും ഇല്ല എന്നും ഇന്നലെ നേരിൽ കണ്ട് വീട്ടിലെ വിശേഷമൊക്കെ പറയണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു പദ്ധതി തന്നെ ഉണ്ടെന്നും അവർക്ക് തോന്നുന്നു. ദേവികയുടെ ഒരടവും നടക്കില്ല എന്നും ഒരു മറുതന്ത്രം പ്രയോഗിക്കാനും ഇസബെല്ല പദ്ധതി ഇടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രോത്ത് എന്ന് പ്രഭാവതിയെ കാണണമെന്നും ഇസബെല്ല കെവിനോട് പറയുന്നു. ഇതിനിടയിൽ മുരളിയാണെങ്കിൽ മനസ്സുമെടുത്ത് ദേവികയുടെ ഡ്രൈവർ ജോലി ഉപേക്ഷിക്കുകയാണ് എന്നും തുടർന്ന് കീയും ദേവികയെ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള കാരണത്തെക്കുറിച്ച് ദേവിക ചോദിക്കുന്നുണ്ടെങ്കിലും മുരളിയൊന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. വെറും ഒരു ശമ്പളക്കാരനായിട്ട് തുടരുന്നതിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ദേവികയും നിങ്ങളെല്ലാവരും കൂടി നന്ദൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഒരു അന്യനായിട്ട് നിന്ന് ഒരു ഡ്രൈവർ ജോലി പണി ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി എന്നെല്ലാം മുരളി പറയുമ്പോൾ എനിക്കറിയാം നന്ദുവിനെ കണ്ടെത്താൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ടില്ലേ മുരളിയേട്ടൻ ഇങ്ങനെ തീരുമാനിക്കുന്നത്. പക്ഷേ മുരളിയേട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറയാമെന്നും ഇന്നൊരു ദിവസം കൂടി മുരളിയേട്ടൻ ക്ഷമിക്കണമെന്നും ദേവിക പറഞ്ഞതിനെ തുടർന്ന് മുരളിയാണെങ്കിൽ ആ കീ വീണ്ടും ദേവികയുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങുന്നു. അങ്ങനെ ഇസബെല്ല പറഞ്ഞതനുസരിച്ച് പ്രഭാവതിയെ ഒന്ന് ഭയപ്പെടുത്തി വിടാനായിട്ട് കെവിൻ ചന്ദ്രോത്ത് എത്തുന്നു. അപ്പോൾ കെവിനെ കാണുന്നതും എന്താ കെവിനെ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ആൻറ്റിയോട് ഒരു അർജൻറ്റ് മാറ്റർ പറയാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്താ കെവിനെ എന്ന് ടെൻഷനോട് കൂടി പ്രഭ ചോദിക്കുന്നതും ആൻറ്റിയെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നന്ദൻ്റെ ഡയറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നറിഞ്ഞു. അങ്ങനെ നന്ദൻ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ അതിൽ പറയുന്നത് പോലെ ചെയ്തു കളയാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ദേവിയേക്കും സിദ്ധാർത്ഥൻ സാറിനും ഒക്കെ അറിയാം എന്നാണ്. ഞാനും ഇസബെല്ലയൊക്കെ നന്ദനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ആയിരുന്നു. ആൻറ്റി വിഷമിക്കും എന്ന് കരുതി അവരെല്ലാം ആൻറ്റിയിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും സത്യം ആൻറ്റി അവരെ കൊണ്ട് തുറന്നു പറയിക്കണം. ദേവികയും സിദ്ധാർത്ഥൻ സാറും പിന്നെ ഹരിസാറും അറിയാതെ നന്ദനൊന്നും സംഭവിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവിയേക്കും സിദ്ധാർത്ഥൻ സാറിനും ഹരിസാറിനും എല്ലാം അറിയുന്നുണ്ട് എങ്കിൽ പ്രഭാവതിയുടെ കണ്ണീരിന് മുന്നിൽ അവരെല്ലാം തുറന്നു പറയും എന്നൊക്കെ തന്നെയാണ് കെവിനും ഇസബെല്ലയും അരുന്ധതിയൊക്കെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവരുടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രഭാവതിയെ കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം എന്തെങ്കിലും അവരൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ നന്ദന് എന്തോ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്ന് കെവിൻ കൂടി പറയുന്നതോടെ പ്രഭാവതിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ പിന്നീട് സിദ്ധുവിനോടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധുവിനോട് സത്യം പറയണം, നന്ദൻ ജീവനോടെ ഉണ്ടോ അതോ എവൻ എന്നെ വിട്ടു പോയോ? നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്നും എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്. കെവിനും ഇസബെല്ലയും ഒക്കെ നന്ദനെ കണ്ടെത്താനുള്ള ഓട്ടത്തിൽ തന്നെയായിരുന്നു. അവൻ ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് എന്നെല്ലാം പ്രഭാവതി പൊട്ടിത്തെറിച്ചുകൊണ്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദൻ മരിച്ചു എന്നാണോ അവർ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ്റെ മരണം പോലും സിദ്ധുവിനെ എങ്ങനെയാണ് ഇത്ര നിസ്സാരമായിട്ട് പറയാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഹരിയേട്ടൻ പറഞ്ഞില്ലേ പ്രഭ, ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന്. അതുവരെ താൻ അവരും ഇവരും പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എനിക്കും ഇന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കും ദേവിയേക്കും ഒക്കെ ഹരിയേട്ടനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധു. എന്തായാലും സിദ്ധു പറഞ്ഞ ആശ്വാസവാക്കുകൾക്കൊന്നും പ്രഭാവതിയുടെ ആ വിഷമത്തെ ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നില്ല. പ്രഭാവതി വീണ്ടും നന്ദനെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുന്നു. പിന്നീട് രജനിയാണെങ്കിലും എൻ്റെ അനിയനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷിന് മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ഗിരീഷിനാണെങ്കിലും രജനിയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട്.
ഏതായാലും നന്ദൻ്റെ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് അറിയുന്ന മാധവേട്ടനും രാധികയൊക്കെ പൂർണ്ണമായിട്ടും തന്നെ തകർന്നു പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവുകയാണെന്നും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവിക ടെൻഷൻ അടിക്കുമ്പോൾ എന്താ ചേച്ചി എന്ന് ശാരിക ചോദിക്കുന്നുണ്ടെങ്കിലും വന്നിട്ടെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നന്ദനെ സംബന്ധിച്ച് എന്തോ ഒരു നിർണായക തെളിവ് ദേവികയെ അറിയിക്കാൻ വേണ്ടി ഹരിസാറാണ് ദേവികയെ വിളിപ്പിച്ചിരിക്കുന്നത്. കാരണം അന്നത്തോടെ നന്ദൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു വിവരം നൽകാമെന്നാണല്ലോ അദ്ദേഹം ഹരിസാറ് പ്രഭാവതിക്ക് നൽകിയിരുന്ന വാക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ദേവികയെ അദ്ദേഹം വിളിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്